2025-26 PSC ചോദിച്ച പ്രധാന പദ്ധതികൾ സ്കീംസ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നവയാണ്. ഭിന്നശേഷിക്കാർക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. നിരാമയ എന്നത് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്നത് ജീവിതശൈലി നിയന്ത്രണ പദ്ധതി ആണ്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സ് സഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം എന്നത്. സഫലം എന്നത് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രൊഫഷണൽ കോഴ്സ് സഹായം നൽകുന്ന പദ്ധതിയാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി എന്നത് അവയവദാനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യ മത്സര പരീക്ഷ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാതീരം എന്നത്. വിദ്യാതീരം എന്നത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യമായിട്ട് മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും നൽകുന്ന പദ്ധതി ഏതാണ്? അത് പ്രചോദനമാണ്. പ്രചോദനം എന്നത് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള തൊഴിൽ പരിശീലനവും നൈപുണ്യമായ വികസനവും നൽകുന്ന പദ്ധതിയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സാരഥിയാണ്. സാരഥി എന്നത് ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് സേവനങ്ങൾക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സാരഥി. കുടുംബശ്രീ വനിതകൾക്ക് രംഗകല പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? രംഗശ്രീ. രംഗശ്രീ എന്നത് കുടുംബശ്രീ വനിതകൾക്കുള്ള രംഗകല പരിശീലനം നൽകുന്ന ഒരു പദ്ധതി ഏതാണ്? അത് രംഗശ്രീ എന്നതാണ്. വിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിത പഠന രീതി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? IT അറ്റ് സ്കൂൾ. IT അറ്റ് സ്കൂൾ എന്നത് എന്താണ്? വിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിതമായിട്ട് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് IT അറ്റ് സ്കൂൾ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനുള്ള ആപ്പ് ഏതാണ്? സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനുള്ള ആപ്പ് ഏതാണ്? അത് വിദ്യാവാഹൻ എന്ന ആപ്പാണ്. അനാഥരായ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതി ഏതാണ്? അത് സ്നേഹപൂർവമാണ്. സ്നേഹപൂർവം എന്നത് അനാഥരായ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതിയാണ്. സ്ത്രീകൾക്ക് നിയമസഹായവും കൗൺസിലിങ്ങും നൽകുന്ന ഓൺലൈൻ പദ്ധതി ഏതാണ്? കാതോർത്ത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കായിട്ട് അവരെ കേൾക്കാനായിട്ട് നിയമസഹായവുമുണ്ട് കൗൺസിലിങ്ങും നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത്. ലൈംഗിക അതിക്രമണത്തിനും ആസിഡ് ആക്രമണത്തിനും ഇരയായവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? അത് ആശ്വാസനിധിയാണ്. ആശ്വാസനിധി എന്നത് ലൈംഗിക അതിക്രമണത്തിനും ആസിഡ് ആക്രമണത്തിനും ഇരയായവർക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി. ഗർഭധാരണം മുതൽ കുട്ടിയുടെ 2 വയസ്സ് വരെയുള്ള പരിചരണ പദ്ധതി ഏതാണ്? ആ പദ്ധതിയുടെ പേര് ആദ്യത്തെ 1000 ദിവസം എന്നതാണ്. 50 വയസ്സിന് മുകളിലുള്ള വിധവകൾക്കുള്ള പെൻഷൻ പദ്ധതി ഏതാണ്? അഭയകിരണം എന്നതാണ്. അഭയകിരണം എന്നത് 50 വയസ്സിന് മുകളിലുള്ള വിധവകൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ് അഭയകിരണം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്കുള്ള ഓട്ടോറിക്ഷ സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം എന്നത്. സ്നേഹയാനം എന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള അമ്മമാർക്കുള്ള ഓട്ടോറിക്ഷ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ നൽകുന്ന പദ്ധതി ഏതാണ്? വിപ്സ് ആണ്. WIFS വിപ്സ് ആണ്. വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക നൽകുന്ന പദ്ധതി വിപ്സ് ആണ്. കുട്ടികളിലെ കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി ഏതാണ്? അത് ബാലമിത്ര ആണ്. ബാലമിത്ര എന്നത് കുട്ടികളിലെ കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ബാലമിത്ര എന്നത്. നെക്സ്റ്റ് ചോദ്യം, മാരക രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? താലോലം എന്നതാണ്. താലോലം എന്നത് മാരക രോഗമുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. ഡയബറ്റിക്സ് റെറ്റിനോപ്പതി ചികിത്സാ പദ്ധതി ഏതാണ്? നയനാമൃതം. നയനാമൃതം എന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി ചികിത്സാ പദ്ധതിയാണ് നയനാമൃതം. പട്ടികവർഗ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാര ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ജനനി ജന്മരക്ഷ എന്നതാണ്. പട്ടികവർഗ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതി ഏതാണ്?
ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. തെളിനീരൊഴുകും നവകേരളം. വയോജനങ്ങളുടെ ആരോഗ്യ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം എന്നത്. വയോമിത്രം എന്നത് വയോജനങ്ങളുടെ ആരോഗ്യ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. അനാഥരായ പട്ടികവർഗ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതി ഏതാണ്? തെളിമ എന്നതാണ്. തെളിമ എന്നത് അനാഥരായ പട്ടികവർഗത്തിലെ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് തെളിമ എന്നത്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി ഏതാണ്? അനുയാത്ര. അനുയാത്ര എന്നത് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയാണ് അനുയാത്ര. ഭിന്നശേഷിക്കാരുടെ കലാകായിക പങ്കാളിത്തം ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ശ്രേഷ്ഠം എന്നതാണ്. ശ്രേഷ്ഠം എന്നത് ഭിന്നശേഷിക്കാരുടെ കലാകായിക രംഗത്തുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം എന്നത്. ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏതാണ്? അന്നദായിനി എന്നതാണ്. അന്നദായിനി എന്നത് എന്താണ്? ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏതാണ്? അത് അന്നദായിനി ആണ്. അട്ടപ്പാടിയിലെ അങ്കണവാടികളിലെ ഉച്ചഭക്ഷണ പദ്ധതി ഏതാണ്? അന്നപ്രദായിനി. അന്നപ്രദായിനി എന്നത് എന്താണ്? അട്ടപ്പാടിയിലെ അങ്കണവാടികളിലുള്ള ഉച്ചഭക്ഷണത്തിനുള്ള പദ്ധതിയാണ് അന്നപ്രദായിനി എന്നത്. നെക്സ്റ്റ്, ലിംഗാധിഷ്ഠിത ആക്രമണത്തിന് ഇരയായവർക്ക് മെഡിക്കൽ പരിചരണം ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഭൂമിക എന്നതാണ്. ഭൂമിക എന്നത് ലൈംഗിക അതിക്രമണത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഭൂമിക. പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? കരുത്ത് എന്നതാണ്. കരുത്ത് എന്നത് എന്താണ്? കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ്. ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലാണ് ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. മൊബൈൽ ഫോണിൽ അടിമത്തത്തിൽപ്പെട്ട കുട്ടികൾക്ക് മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട് എന്നത്. മൊബൈൽ ഫോൺ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട് എന്നത്. അപ്പോൾ ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. നെക്സ്റ്റ്, വൃക്ക കരൾ മാറ്റിവയ്ക്കൽ രോഗികൾക്കായുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി ഏതാണ്? വൃക്കയും കരളും മാറ്റിവയ്ക്കൽ രോഗികൾക്കായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി ഏതാണ്? അത് ആശ്വാസ് എന്നതാണ്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ പദ്ധതി ഏതാണ്? കേന്ദ്ര പദ്ധതിയാണ്. അത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നതാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്താണ്? 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗവേണിംഗ് ആപ്ലിക്കേഷൻ ഏതാണ്? സഞ്ജയ. സഞ്ജയ എന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗവേണൻസ് ആപ്ലിക്കേഷൻ ആണ്. COPD തടയാനും നിയന്ത്രിക്കാനുമായി കേരളം ആരംഭിച്ച പദ്ധതിയാണ് ശ്വാസ് എന്നത്. ശ്വാസ് എന്നത് COPD തടയാനും നിയന്ത്രിക്കാനുമായി കേരളം ആരംഭിച്ച പദ്ധതിയാണ്. സർക്കാർ സേവനങ്ങൾ വീട്ടിലെത്തിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പ് പോർട്ടൽ ഏതാണ്? സുനീതി എന്നതാണ്. സുനീതി എന്നത് സർക്കാർ സേവനങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പോർട്ടലാണ് സുനീതി എന്നത്. കുട്ടനാട്ടിൽ നെൽകൃഷിയോടൊപ്പം മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? ഒരു നെല്ലും ഒരു മീനും. ഒരു നെല്ലും ഒരു മീനും എന്നത് കുട്ടനാട്ടിൽ നെൽകൃഷിയോടൊപ്പം മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരു നെല്ലും ഒരു മീനും. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തിനായിട്ടുള്ള പദ്ധതി ഏതാണ്? ജീവനി എന്നതാണ്. ജീവനി എന്നത് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തിനുള്ള പദ്ധതിയാണ് ജീവനി. മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും തടയാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് യോദ്ധാവ് എന്നത്. യോദ്ധാവ് എന്ന പദ്ധതി. എനർജി സേവിംഗ് കോർഡിനേഷൻ ടീം
എനർജി സേവിംഗ് കോർഡിനേഷൻ ടീം എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? എസ്കോട്ട് ആണ്. എസ്കോട്ട് എന്നത് എനർജി സേവിംഗ് കോർഡിനേഷൻ ടീം എന്ന് അറിയപ്പെടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം എന്നത്. സഹായഹസ്തം എന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്ന പദ്ധതി ഏതാണ്? ആർദ്രം. ആർദ്രം എന്നത് സർക്കാർ ഹോസ്പിറ്റലുകളെ ജനസൗഹൃദമാക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ആലില. ആലില എന്നത് സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള സഹകരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? അത് ആലില എന്ന പദ്ധതിയാണ്. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനം എന്നതാണ്. ജീവനം എന്നത് എന്താണ്? കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ആശ്രിതർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ജീവനം എന്നത്. ജയിൽ മോചിതർക്കുള്ള താമസ സൗകര്യ പദ്ധതി ഏതാണ്? തണലിടം എന്നതാണ്. തണലിടം എന്നത് ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ടവർക്കുള്ള താമസ സൗകര്യ പദ്ധതി ഏതാണ്? തണലിടം എന്ന പദ്ധതിയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി ഏതാണ്? വിജയ അമൃതം എന്നതാണ്. വിജയ അമൃതം എന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയ അമൃതം. ജയിൽ മോചിതർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? മിത്രം എന്ന പദ്ധതിയാണ്. മിത്രം എന്ന പദ്ധതി ജയിൽ മോചിക്കപ്പെട്ടവർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബ്. റെഡ് റിബൺ ക്ലബ്ബ് എന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് റെഡ് റിബൺ ക്ലബ്ബ് എന്നത്. ഉത്തരവാദിത്ത ടൂറിസം രീതികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതി ഏതാണ്? ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എന്നതാണ്. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എന്നത് ഉത്തരവാദിത്ത ടൂറിസം രീതികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം. കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം എന്നതാണ്. സുകൃതം എന്നത് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. കേരള ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് സുകൃതം. നിരാലംബരായ കുടുംബങ്ങളുടെ സംരക്ഷണ പദ്ധതി ഏതാണ്? അഗതി രഹിത കേരളം എന്നതാണ്. അഗതി രഹിത കേരളം എന്നത് നിരാലംബരായ കുടുംബങ്ങളുടെ സംരക്ഷണ പദ്ധതിയാണ് അഗതി രഹിത കേരളം എന്ന പദ്ധതി. നെക്സ്റ്റ്, വയോജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകൾ നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം എന്നത്. മന്ദഹാസം എന്നത് വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൃത്രിമപരമായ ദന്തങ്ങൾ നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം എന്ന പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി ഏതാണ്? അത് ആയുർദളം ആണ്. ആയുർദളം എന്ന പദ്ധതി എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി ആണ്. ഭിന്നശേഷിക്കാർക്കുള്ള സേവനങ്ങൾ വീട്ടിലെത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ഏതാണ്? സഹജീവനം ഹെൽപ്പ് ഡെസ്ക് എന്നതാണ്. സഹജീവനം പദ്ധതി എന്താണ്? ജീവനക്കാർക്കായിട്ടുള്ള സേവനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് പദ്ധതിയാണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക് എന്ന പദ്ധതി. പ്രമേഹ രോഗികളായ വയോധികർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം എന്നതാണ്. വയോമധുരം എന്നത് പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകാനുള്ള പദ്ധതിയാണ്. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതി ഏതാണ്? ഹൃദ്യം എന്നതാണ്. ഹൃദ്യം എന്ന പദ്ധതി ഹൃദയ സംബന്ധമായ തകരാറുകളുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം എന്നത്. ബധിരരായ കുട്ടികളുടെ കോക്ലിയർ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം എന്നത്. ശ്രുതി തരംഗം എന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ധനസഹായ പദ്ധതിയാണ്. ബധിരരായ കുട്ടികളുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയാണ് ശ്രുതി തരംഗം. കോക്ലിയർ ഇംപ്ലാന്റേഷനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. പ്രസവത്തിന് ശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തി എത്തിക്കുന്ന പദ്ധതി ഏതാണ്? മാതൃയാനം എന്നതാണ്.
പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഏതാണ്? മാതൃയാനം എന്ന പദ്ധതി ആണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിട്ട് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? അത് ആരോഗ്യ കിരണം എന്ന പദ്ധതി ആണ്. ആരോഗ്യ കിരണം എന്ന പദ്ധതി. സർക്കാർ ആശുപത്രികളുടെ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്ന പദ്ധതി ഏതാണ്? ആർദ്രം എന്നതാണ്. ഹോസ്പിറ്റലുകളെ ജനസൗഹൃദമാക്കുക. സർക്കാർ ആശുപത്രികളുടെ പൊതുജന ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്നത് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ പദ്ധതി പരിഷ്കരിച്ചിട്ടുള്ള കേരള പദ്ധതി ഏതാണ്? ലഞ്ച് ബെൽ എന്ന പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതി ഏതാണ്? നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ്. അവർക്ക് 1 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതി ഏതാണ്? നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. കുടുംബശ്രീയുടെ കീഴിൽ നടപ്പാക്കുന്ന ശാക്തീകരണ പദ്ധതി ഏതാണ്? അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം എന്നതാണ്. കുടുംബശ്രീയുടെ കീഴിൽ നടപ്പാക്കുന്ന ശാക്തീകരണ പദ്ധതി ഏതാണ്? അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന സഹകരണ വകുപ്പ് പദ്ധതി ഏതാണ്? അത് ആരില് ആണ്. മേക്ക് ഇൻ ഇന്ത്യ കേരളത്തിന്റെ നോഡൽ ഏജൻസി ഏതാണ്? KSIDC ആണ്. KSIDC എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ കേരളത്തിന്റെ നോഡൽ ഏജൻസി. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകാനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് സർഗവസന്തം എന്നതാണ്. സർഗവസന്തം എന്നത് കോവിഡ് കാലത്തെ കുട്ടികൾക്കുള്ള മാനസിക പിന്തുണ നൽകാനുള്ള പദ്ധതി ഏതാണ്? അത് സർഗവസന്തം എന്നതാണ്. ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസന പദ്ധതി ഏതാണ്? പ്രചോദനം എന്നതാണ്. പ്രചോദനം എന്നത് ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസന പദ്ധതിയാണ്. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം എന്നത്. സഫലം എന്നത് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള സഹായ പദ്ധതിയാണ് സഫലം.